തന്നെ ഏറ്റവും വയലന്റ് മൂവി എന്ന് ഞാൻ പറയും മാർക്കോനെ. കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഈ ഒരു ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും ചിലർക്ക് വിയോജിപ്പൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം. അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത് വന്നോ, തർക്കിക്കാൻ വന്നോ. നിങ്ങൾ പക്ഷെ ഏത് പടമായിട്ട് തർക്കിക്കാൻ പോണ? ആനിമലോ? അമ്മാതിരി ഒരു കോമഡി പടം ഞാൻ വേറെ കണ്ടിട്ടില്ല. അമ്മാതിരി പടമായിരുന്നു ആനിമൽ. പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ കില്ല് അത്യാവശ്യം നല്ലൊരു പടമായിരുന്നു. പക്ഷേ മാർക്കോന്റെ അത്ര ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം മാർക്കോ അമ്മാതിരി കിടിലം പടം, ഇമാതിരി ഫൈറ്റൊക്കെ ഉള്ള പടം ഏതാണ് വേറെ ഇരിക്കണം? നമ്മുടെ ഇന്ത്യൻ പടത്തിനകത്ത് തന്നെ വേറെ ഏതിരിക്കണം? കേരളത്തിനകത്തൊന്നും പിന്നെ നോക്കിയൊന്നും വേണ്ട. അപ്പൊ ഇന്ത്യൻ പടത്തിൽ തന്നെ ഞാൻ പറയാം ഏറ്റവും ബെസ്റ്റ് പടമാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു ജോൺ വിക്ക് ഞാൻ ഇപ്പൊ കണ്ടിട്ട് നേരെ വന്നുള്ളൂ. അപ്പൊ തന്നെ ഇരുന്ന ഈ വീഡിയോ എടുക്കണാണ്. കാര്യം ജോൺ വിക്ക് വൈബൊക്കെ അടിച്ചൊരു സാധനമാണ്. കാര്യം അമ്മാതിരി ബ്രൂട്ടൽ സാധനം ജോൺ വിക്കിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, ഇത്രയും ബ്രൂട്ടൽ. അമ്മാതിരി കിടില സാധനമായിട്ടാണ് എനിക്ക് മാർക്കോ തോന്നിയത്. അപ്പൊ മാർക്കോ പറയണതിന് മുന്നേ ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്കോ കണ്ടു കഴിഞ്ഞാൽ അറിയുമ്പോൾ തന്നെ എനിക്ക് റിവ്യൂകളൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടതാട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സീക്രട്ട് ഏജന്റിന്റെ റിവ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി കുറച്ച് പറയണമെന്ന് തോന്നി. അപ്പൊ നമുക്ക് അത് ആദ്യം തന്നെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഒന്നും എനിക്കും ഒരു ചെവി എനിക്കും കണ്ടത് ബ്ലഡാണോ? അതില് മാർക്കോ ചെവി അടിക്കട്ടെ. അത് രണ്ട് ചെവികളുള്ളത്. ഓക്കെ, അപ്പൊ മാർക്കോ കണ്ട് ഇറങ്ങി. വയലന്റ്, ദ മോസ്റ്റ് വയലന്റ്, എക്സ്ട്രാ വയലന്റ്, ഓവർ വയലന്റ്, വയലൻസ്. തിയേറ്ററിന്റെ ഉള്ളിൽ തന്നെ അത് കേട്ട് ഞാനൊരു കാര്യം പറയാം. ഓക്കെ, വയലന്റ് മൂവി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് നോക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് ബ്രൂട്ടലി വയലന്റ് അല്ലേ? ബ്ലഡ് ബാത്ത് അല്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലിമിറ്റേഷനിലേക്ക് മുകളിൽ പോയിട്ടുണ്ട്. അതായത് ഒരു ബ്ലഡ് ബാത്ത് നിങ്ങൾക്ക് മാറിയിട്ട് ഒരു ബ്ലഡ് ഷവർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ചോര പുഴ നായകനാണെങ്കിലും വില്ലന്മാർക്കാണെങ്കിലും ബ്ലഡ് കണ്ടില്ലെങ്കിൽ മുന്നോട്ട് നേരാട്ടി വെക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസ് ആണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ്. സോ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാമിലി കുട്ടികളായിട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നവരാണെങ്കിൽ, ഞാൻ പറയുന്നത് എല്ലാരും ഇപ്പൊ എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെയർ ആർ സം ഫാമിലീസ്, സം പീപ്പിൾ, അവർക്ക് ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള യൂന്നൊരു ഫീലിംഗ് അടിക്കും. ഫാമിലി ആയിട്ടൊന്നും അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കല്ലേ. കാര്യം അമ്മാതിരി പടമാണ്. പിന്നെ ഈ പുള്ളി പറയുന്നുണ്ടല്ലേ, അതായത് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫാണ്. ശരിയാണ്, സെക്കൻഡ് ഹാഫിനകത്താണ് നല്ല വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാര്യം അതങ്ങനെയാണ് ആ ഒരു പടത്തിന്റെ ഒരു പേസ്. ഫസ്റ്റ് ഹാഫ് ഫുള്ളൊരു ബിൽഡപ്പ് പരിപാടിനകത്താണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് പക്ഷെ ഇന്റർവെല്ലൊക്കെ എന്റെ പൊന്നോ ഒരു ചെയിൻസ് കൊടുത്തിട്ടൊരു പരിപാടി ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സിനിമകൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്. സോ ഫോർ മീ ഇത് സിനിമയാണെന്ന് അറിയുന്നത് കൊണ്ടും ഈ സംഗതികൾ കാണാൻ, ആ ക്രാഫ്റ്റ് കാണാനുള്ള ഇഷ്ടം കൊണ്ടും ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെയല്ല, എനിക്കും അങ്ങനെ തന്നെ. ഇത് ആരോടുള്ള ദേഷ്യം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല. നമ്മള് സിനിമയിലെ നായകനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും മക്കളൊക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോ അവർക്ക് ഇത് ഉൾക്കൊള്ളാം. കുട്ടികളെ കാണിക്കുന്നതിന് എനിക്ക് യാതൊരു അഭിപ്രായം. 18+ ആണ്, അപ്പൊ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ലല്ലോ. 18+ ആണ്, കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത, ഹാഫ് ടൈമിന് ശേഷം അങ്ങോട്ട് കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ. ഇനിയിപ്പൊ അച്ഛനമ്മമാർക്കാണെങ്കിലും ഇത് ഉൾക്കൊള്ളാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള ആരാണെങ്കിലും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എവർ ടേക്ക് ദിസ് മൂവി. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു തരം ഒരു അടി തരും നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫ്. ഞാൻ കാണാൻ പോയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പിള്ളേരൊക്കെ കുറെ കയറി വന്നേക്കണതൊക്കെ ഉണ്ട്. ഇതുങ്ങളെയൊക്കെ എന്തെന്നും പറഞ്ഞിട്ടാണ് ഇവർ കയറ്റി പറഞ്ഞ ഈ പടത്തിനകത്തൊക്കെ. കാര്യം അമ്മാതിരി പടമാണ്. ആ സെക്കൻഡ് ഹാഫിനകത്ത് ചില സീനൊക്കെ ഉണ്ട്. അവർ വീട്ടിനകത്ത് എൻ്റെ പൊന്നും ഞാൻ ഒന്നും പറയണില്ല. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടറിയേണ്ട സാധനമുണ്ട്. കാര്യം അമ്മാതിരി സീനൊക്കെ പിള്ളേരൊക്കെ കണ്ട എൻ്റെ പൊന്നൊക്കെ. അത് ചിലരൊക്കെ എൻ്റെ കൂടെ ഇരുന്നേച്ചവർ തന്നെ ഒരുമാതിരി കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് ഇരുന്നേച്ചത്. കാര്യം അമ്മാതിരി സീനുകളാണ് ഇവർ കാണിച്ചു വെച്ചത്. അതൊക്കെ ഉണ്ടോ ഒരു മാത്രം കയറിയാൽ മതി, ഉടായ്പ കാണിച്ച് കുട്ടികൾ എന്ന് പറയുന്നില്ല. ഈ സിനിമയിലോട്ട് വരും ഇത് ആദ്യം പറഞ്ഞു വെക്കുകയാണ്. ബിക്കോസ് നമ്മൾ തിയേറ്ററിൽ ആൻഡ് തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മള് പോണത് അവരെ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നല്ല നമ്മൾ കയറ്റിയുള്ളത്. അതെ, അപ്പൊ അതൊരു പടത്തിന് ആൾക്കാരും പറയരുത്. അത് നിങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് നിർത്തണം പറഞ്ഞിട്ട്. കാരണം അത്രയും പ്രശ്നങ്ങൾ, അത്രയും വയലന്റ്, ഹെവിയാണ്, ഭയങ്കര ഹെവി വയലൻസ് ആണ്. ഓക്കെ, സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി. ഇനി കഥ സിനിമയിലേക്ക് വരുമ്പോ സ്പിൻ ഓഫ് ആണ് മിക്കായിലെ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴും ദിസ് ഈസ് ലൈക്ക് എ ഡിഫറെന്റ്. ആ ഇത് വേറെ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്.
നോർമൽ കഥയുടെ ഒരു ഫാമിലി നമ്മൾ ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവം കഥ എന്ന് പറഞ്ഞാൽ വെരി നോർമൽ ഫാമിലി ഒരു നമ്മളെല്ലാ ഗാങ്സ്റ്റർ പടങ്ങളിലും അല്ലെങ്കിൽ ഈ സ്മഗ്ലേഴ്സ് ഫാമിലിയിൽ കാണുന്ന ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആളുകളുടെ സ്ഥാനത്തിൽ കാണുന്ന ആ വെരി നോർമൽ റിവെഞ്ച്, പിന്നെ അതിൽ നിന്ന് വരുന്ന അഗ്രഷൻ, വയലൻസ്, പിന്നെ പാസം, സെന്റിമെന്റ്സ്, പാസം, അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. വെരി പ്രെഡിക്റ്റബിൾ. സാധാരണ ഇങ്ങനത്തെ സിനിമയ്ക്ക് ഉണ്ടാവുന്ന എല്ലാ പാക്കേജുകളും ഉള്ള അതെ, അതാണ് കഥ. കളർന്നിട്ടുള്ള ഈ പാസം എന്ന് വരുമ്പോ പറഞ്ഞല്ലേ, ഈ പാസം എന്നുള്ള ലെവലിനകത്തേക്കൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാം ഒരു മിനിമൽ, അത് ഇപ്പൊ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ അത് ഒരു പാസം എന്നൊക്കെ ഇപ്പൊ ഈ നമ്മൾ തമിഴ് പടത്തിനകത്ത് കാണാറില്ലേ, അത് ഈ പാസം ഇങ്ങനെ വലിഞ്ഞു ഒഴിഞ്ഞു തൂകുന്നു, അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. അതായത് ഫാമിലിനെ കയറി തൊട്ടാ വെട്ടും, അമ്മാതിരി ഒരു മൂടാണ്. ഫാമിലി പാസം തന്നെയാണ്. ആൻഡ് ഈ ഫാമിലി സാധനം അതൊന്നും നമ്മൾ മറ്റേ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, ഇരുന്ന് കണ്ടാ മതി എന്നുള്ളത്. അതാണ് നമ്മളെ എക്സ്പെക്ടേഷൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. പിന്നെ അല്ല, സാധാരണ ഒരു പടം കാണുമ്പോ നമുക്ക് ഒന്നും ഇനിയിപ്പോ വില്ലനെ എങ്ങനെ അല്ല ആരാവും കൊല്ല, ഏത് രീതിയിലോ അതൊന്നും ആലോചിക്കല്ല, കൊല്ലുന്ന ഉറപ്പ്. വെരി നോർമൽ ബേസിക് സാധനം തന്നെ ഈ റിവെഞ്ച് സാധനത്തിനകത്ത് കാണുന്ന അതേ സംഗതി. ആൻഡ് പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ക്രിഞ്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി പാസം തോന്നിയത് ഈ സിനിമയ്ക്കകത്ത്. അതും ചില സമയത്ത് പാസം കാണിച്ചിട്ട് അത് പോയി തല്ലടാന്നൊക്കെ പറയാൻ തോന്നുന്ന രീതിയിലും പാസം കാണിക്കണ്ടേ. പാസം വളരെ ശോകമായി പോയിരുന്നു. ഒരു ഇങ്ങനത്തെ അൾട്രാ വയലന്റ് റിവെഞ്ച് സാധനങ്ങൾക്കകത്ത് ഞാൻ വേറെ പടങ്ങളായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി അല്ല ഇത്. ഇതൊരു ഡിഫറൻറ്റ് സാധനം, അതൊക്കെ വേറെ ഡിഫറൻറ്റ് സാധനങ്ങൾ. പക്ഷെ സ്റ്റിൽ ഇതേ ജോണറുള്ള കാര്യം ഇന്ത്യയിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ പാടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നല്ല. കാര്യം അമ്മാതിരി പാസം, ഇപ്പൊ ഒരു പാസം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും അങ്ങനെ എനിക്ക് തോന്നില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എന്താണ് എനിക്ക് അങ്ങനെ പാസമോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇമോഷൻ ഇട്ട് അങ്ങോട്ട് ചളവാക്കി കുളവാക്കി ഇപ്പൊ വേറെ പടങ്ങളെ ഫാമിലിക്ക് വേണ്ടി ഫാമിലി ശരി ഫാമിലിയാണ് ഇവിടുത്തെ ഒരു മെയിൻ എങ്കിലും അവരാ ഒരു ബ്രൂട്ടാലിറ്റിയും പരിപാടിയൊക്കെ കൊണ്ട് അതൊന്നും ഒരു വിഷയമല്ലാത്ത രീതിക്കാണ് അവർ കാണിക്കുന്നത്. പടങ്ങള് ഇങ്ങനത്തെ സിനിമകളിൽ ശരിക്കും പാസ് ശരിക്കും വർക്ക്ഔട്ട് ആവണം. ഇത് സെന്റിമെന്റ് സീന് എനിക്ക് പേഴ്സണലി ഒട്ടും എവിടെയും ഒരു സെന്റിമെന്റ്സും കണക്ട് ആയിട്ടില്ല. എനിക്ക് വയലൻസ് പിന്നെയും കണക്ട് ആയി, സെന്റിമെന്റ്സ്. അപ്പോ പാസം എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫാമിലി സെന്റിമെന്റ്സ് ആ ഡ്രാമ പ്ലോട്ട് എനിക്ക് വർക്കായിട്ടില്ല. ബട്ട് എഗെയിൻ ഞാൻ സ്റ്റാഫില് കംപ്ലീറ്റ് ബിൽഡപ്പ് വളരെ കുറവായിരുന്നു. വില്ലന്മാരങ്ങോട്ട് കേറി അടിച്ച്, അത് എസ്പെഷ്യലി നമ്മുടെ ഇയാള് ജഗദീഷേട്ടൻ തൂക്കി അടിച്ച് സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കമ്മിങ് ടു സിദ്ദിഖ്, കയ്യടിയും സാധനവും കിട്ടാറുണ്ട്, അത് ഇതിലും കിട്ടിയിട്ടുണ്ട് അല്ലെ. സിദ്ദിഖിന്റെ സിദ്ദിഖിനാണെങ്കിലും ജഗദീഷേട്ടനാണെങ്കിലും ഒക്കെ അതുപോലെ കിട്ടുന്ന സാധനങ്ങള് അതെ, അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്ത് തഴമ്പിച്ച ആ വില്ലൻ കോൾഡ് സാധനങ്ങൾ അവര് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ആളുകൾ ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഫ്ലുവന്റ് ആയിട്ട് ആക്ഷൻ ഒക്കെ ചെയ്യണത് നമ്മൾ തന്നെ എന്നും തല്ലി ഇതൊക്കെ നടന്ന ശീലമുള്ള ഒരാളെ പോലെ തന്നെയാണ്. നല്ലൊരു KGF-ലൊക്കെ ഉള്ള പോലെ നമ്മള് ഒരു ആക്ഷൻ ചെയ്യുന്ന സ്റ്റൈൽ അടിപൊളിയാണ്, കോസ്റ്റ്യൂംസ് അടിപൊളിയാണ്. പുൾ ഓഫ് ചെയ്യാൻ വളരെ പാടാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് അവര് വയലൻസ് കാണിച്ചത് ഫൈൻ, ദാറ്റ്സ് ഓക്കെ. ഓവർഡോസ് കാണിച്ചാലും ഒരാളെ ഒരു നായകൻ അടിക്കാൻ പോകുമ്പോ അടി കിട്ടിയ ഉടനെ, അപ്പൊ ഇരുമ്പോണ്ട് അടി കിട്ടിയാലും കൈ കൊണ്ട് അടി കിട്ടിയാലും ടൊമാറ്റോ പാക്കറ്റ് പൊട്ടണം, അതിൽ ചൊരപ്പൊക്കെ എഴുതണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓവറാണ്. ലേസിന്റെ ഒക്കെ പരിസരത്ത് കണ്ടില്ലേ, പാക്ക് പൊട്ടിയുമ്പോ അങ്ങനെയൊക്കെയാണ്. അതുപോലെ പല സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഉണ്ണിമൂന്ന് തല്ലാൻ വേണ്ടിട്ട് കൈ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാം, ധീരയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റേ ഇയാളുടെ ക്യാരക്ടർ. എനിക്ക് ഇതിൽ പക്ഷെ അങ്ങനെയും തോന്നിയില്ല. അതായത് ഇപ്പൊ ഒരു പറയുന്ന പോലെ ഭയങ്കര രീതിക്ക് ചോര കുറേയും കൂടെ ഒറിജിനാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ചില സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് ഇത്തിരി യോജിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ വിഷയം കണ്ടിന്റെ പരിപാടി, അതേപോലെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അതേപോലെ സാധനങ്ങളൊന്നും എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടമായില്ല. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഈ വിഷയം കണ്ടിന്റെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനും അതിന്റെ ആവശ്യം ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് രണ്ടും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി സീനുകളിനകത്തൊന്നും എനിക്ക് അങ്ങനെ വിഷയമായിട്ടൊന്നും തോന്നിയില്ല. രാംചരന്റെ ക്യാരക്ടർ 1000 ആള്, രൺബീറിന്റെ ക്യാരക്ടർ പക്ഷെ എനിക്ക് അതെന്തായാലും ആ സംഭവം കിട്ടിയത് അടിപൊളി. അതൊക്കെ അതൊക്കെ പക്ക തിയേറ്റർ, ഇത് ഞാൻ പറഞ്ഞില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, നല്ല രീതിയിലാണ് കാച്ചിട്ടുണ്ട്. ആ ഓവർഡോസ് ഇഷ്ടപ്പെടുന്നവർക്ക് കംപ്ലീറ്റ് സിനിമ എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ചില സീനുകള് ഞാൻ പറഞ്ഞു ഭയങ്കര എനിക്ക്
കൈയടിക്കാൻ തോന്നിയ സീനുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. സെക്കൻഡ് ഹാഫിലൊക്കെ എസ്പെഷ്യലി ഒരു സീൻ ഉണ്ട്, അത് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല, അതിന്റെ കാരണം അത് അതിലെ ഡയലോഗൊക്കെ പക്കയാണ്. ചില ഡബിൾ മീനിങ് കുറച്ച് സാധനങ്ങളുണ്ട്, സൂപ്പർ സാധനം. ഒരു ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കുള്ള ഡയലോഗുകളൊക്കെ പൊളി സാധനമാണ്. അപ്പൊ അങ്ങനത്തെ എലമെന്റുകൾ വെച്ച് നോക്കുമ്പോൾ ചില സാധനങ്ങൾ വളരെ ശോകം. അതായത് ചില ഡയലോഗൊക്കെ ഉണ്ണിമൂന്തം പോയിട്ട് ചില സമയത്ത് അസ്ഥാനത്ത് പറഞ്ഞതായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ വളരെ എന്തിനാണ് ആ ഡയലോഗ് പറഞ്ഞെന്നുള്ളത് നല്ല നന്നായി വന്ന് ചില സാധനങ്ങൾ പറയണേക്കുമ്പോ അയ്യ വന്നതിന്റെ ഒരു പവർ ഒന്നും കിട്ടാത്ത പോലെ തോന്നി പല സ്ഥലത്തും. ബൈ ദ വേ ദിസ് ഈസ് ഉണ്ണിമൂന്തനെ ഞങ്ങൾ പേഴ്സണലി അല്ല പറയുന്നത്, ഇനിയിപ്പോ അതിന്റെ പേരിൽ രാത്രി ഇത് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഓക്കെ. അപ്പൊ പേഴ്സണലി അല്ല പറയുന്നതെന്ന് എടുത്തു പറയണേണ്. കാര്യം മുന്നത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ഉണ്ണിമൂന്തനും സീക്രട്ട് ഏജന്റായിട്ട് നല്ല ടേംസിനകത്തായതുകൊണ്ട് ആ ഒരു സംഭവം പുള്ളി എടുത്തു പറയണാണ്. എനിക്ക് അങ്ങനെ ഇവർ പറയുന്ന പോലെ അങ്ങനെ ശോകമായിട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം പടം മൊത്തത്തില്, അതായത് ഒരു ത്രൂ ഔട്ട് അത് ഫസ്റ്റ് ഹാഫ് ഒരു ബിൽഡപ്പ് പോലെ, പിന്നെ ഇന്റർവെലിനകത്ത് കൊണ്ടൊരു സംഭവം വെച്ച് പിന്നെ അങ്ങോട്ടൊരു അടിച്ച് കയറിയ ഒരു പരിപാടി. വില്ലന്മാരൊക്കെ മുത്താണ് മുത്ത്. കാര്യം വില്ലന്മാര് പിന്നെ ഉണ്ണിമൂന്തനോടൊക്കെ ഉണ്ട് അസൂയ ഒതുങ്ങ മനുഷ്യൻ. സംഗതി ഇത്രേ ഉള്ളൂ, ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള മാസും സ്വാഗും അതിനെ ഓവറാക്കാൻ ശ്രമിച്ച് കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാതാക്കി ചില പോർഷൻസിൽ എടുത്ത് കാണുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ സംഗതി. കാരണം ആ സീനുകളിലുള്ള ഡയലോഗുകൾ ഒഴിവാക്കായിരുന്നു ചില സീനുകളിലുള്ള സൈലൻസ്, അതായത് ഒന്നുമില്ല, സൈലന്റ് ആയിട്ട് ചുമ്മാ നടക്കുക, അല്ലെങ്കിൽ ചുമ്മാ ആ സാധനങ്ങൾ അത് മാസിനോ അല്ലെങ്കിൽ സ്വാഗിനോ അല്ലെങ്കിൽ ഫാൻസിന് അപ്പീലിംഗ് ആവാനോ വെക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ മാത്രല്ല ഞങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ തോന്നിയൊരു എനിക്ക് അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയൊരു കേസേ അല്ല. കാര്യം ഇപ്പൊ കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കി എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സീനൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ആ ഒരു ക്യാരക്ടർ എന്താണ് എന്ന് അവർ ആദ്യം ബിൽഡപ്പ് കൊടുക്കുന്നത് എന്നുള്ള സംഭവം എന്താണെന്ന് ഇവര് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ സീക്രട്ട് ഏജന്റ് ഇവിടെ പറയുന്നത് ഇവരുടെ ഒപ്പീനിയൻ ആണ്. അവരുടെ ഒപ്പീനിയൻ പറയുന്ന പോലെ തന്നെ ഇവരുടെ ഈ വീഡിയോ കാണുന്ന എന്റെ ഒപ്പീനിയൻ പറയാനായിട്ടുള്ള അവകാശം എനിക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് പറയുന്നു എന്നുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോനകത്ത് സീക്രട്ട് ഏജന്റ് പറഞ്ഞതിന്റെ ഒരു ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ എന്ന രീതിക്ക് പുള്ളി അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് പുള്ളി കുറേയും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിയുടെ ഈ ഒരു വീഡിയോനകത്തുള്ള PR അറ്റാക്കുകളും പരിപാടികളൊക്കെ പറ്റിയിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സംഭവം കൂടെ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. മൂവിയുടെ റിവ്യൂ കണ്ടിറങ്ങി കുറച്ചു നേരം കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് ഒന്നും അധികം അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഞാൻ തുടക്കത്തിലൊരു 10 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇന്ററാക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി. ഐ വാസ് എക്സ്പെക്ടിങ് ലൈക്ക് ഓക്കെ, ഇതിനകത്ത് എന്താണെങ്കിലും നീ അത് പറഞ്ഞില്ല, നീ ഇത് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് അത് പറഞ്ഞു, നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് സീക്രട്ട് ഏജന്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദം. ഞാൻ അങ്ങനെ നോക്കി, മാർക്കോ സിനിമേനേക്കാൾ ചർച്ചയാവുന്നത് സീക്രട്ട് ഏജന്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. ഇതിന്റെ ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് ഞാൻ തൃശ്ശൂർ ഒരു മാച്ച് കളിയില്ല. ടീസർ കണ്ടപ്പോൾ ലൈക്ക് വോ മാൻ, വോ ഫാക്ടർ. ഞാൻ അങ്ങനത്തെ ഹോണസ്റ്റ്ലി ആ വോ ഞാൻ പറഞ്ഞതാണ്, കാരണം എനിക്ക് ആ ടീസർ ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പം ഞാൻ അതേപോലെ പറഞ്ഞു. ആൻഡ് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ കമന്റ് ബോക്സ് വാസ് ലൈക്ക് എൻ്റെ മോനെ ഏജന്റ് ആരാ, ഏജന്റ് ദ സൂപ്പർ ഗായ്, ഏജന്റ് മറ്റത് ഏജന്റ് അങ്ങനെയാണ്, ഏജന്റ് കിടിലമാണ്. ഞാൻ ലൈക്ക് ഞാൻ ജെന്യൂനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ആളുകൾ ഓക്കെ ഫൈൻ അങ്ങനെ പോയി. അത് പിന്നെ കുറെ ആളുകൾ എടുത്തു കൊണ്ടുപോയിട്ട് മറ്റേ എന്തായിരുന്നു മീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, സീക്രട്ട് ഏജന്റ് ഇങ്ങനെ പറഞ്ഞു, ആദ്യം ഇവർ തമ്മിൽ ക്ലാഷ് ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ലൈക്ക് ഓക്കെ, കാരണം നല്ല സാധനം നല്ലതെന്ന് പറയും. അപ്പം അത് കുറെ പേര് ഓക്കെ ഏറ്റെടുത്തു, പറഞ്ഞു ഇറ്റ്സ് ഫൈൻ, സിനിമ വരട്ടെ. ഞാൻ അതിലും പറഞ്ഞു സിനിമ വരട്ടെ. സിനിമ തന്നെ കണ്ടിറങ്ങി ഞാൻ എൻ്റെ റിവ്യൂ ഒരു ഒപ്പീനിയൻ റിവ്യൂ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എത്ര അതിന് ടൈം ഡ്യൂറേഷൻ വേണം എന്നുള്ളത്. ചിലപ്പോൾ ഞാനും ജിത്തുബായും കൂടി ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ്, നമ്മുടെ ഒരു അത് കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ രണ്ടുപേർക്കും ഷെയർ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപോലെ വരാം. സോ അത് തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. നമ്മൾ കുറച്ച് അങ്ങനെ പറഞ്ഞു പോയി. അത് എത്ര ലെങ്ത് പോയി എന്നൊന്നും നമ്മൾ അറിഞ്ഞില്ലടേ, കുറച്ച് നീണ്ടുപോയി, 21 minutes. ദാറ്റ്സ് ഫൈൻ. സ്റ്റിൽ ഞാൻ പറയുന്നു എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ് എത്ര നേരം സംസാരിക്കണം എന്നുള്ളത്. ഞാനത് സംസാരിച്ചു. തീർച്ചയായിട്ടും പുള്ളിയുടെ ഒരു അഭിപ്രായം തന്നെയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഇഷ്ടമാണ് പുള്ളിയുടെ വീഡിയോ എത്ര ലെങ്ത് വേണമെന്നുള്ളത്. ഇപ്പൊ ഈ ഒരു വീഡിയോ എത്ര ലെങ്ത് വേണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്, അതേപോലെ തന്നെയാണ് പുള്ളിയുടെ ഇഷ്ടമാണ് എത്ര ഇത് വേണമെന്നുള്ളത്. പക്ഷെ അടിയിൽ കമന്റ് ഇടുന്നവരുടെ ഇഷ്ടമാണ്, അവർക്ക് എത്രയാണ് കാണാനായിട്ട് താല്പര്യം എന്നുള്ളത്. അപ്പൊ അവരത് പറയും. ഇതെറി വിളിക്കുന്ന ആ ഒരു ടീംസിൻ്റെ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ജെന്യുവനായിട്ട് കമന്റ് ഇടുന്ന ടീംസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്.
ബോക്സിൽ വന്നിട്ട് എൻ്റെ പൊന്നെ നീ ആരടാ ഉണ്ണിയെ പറയാൻ, നീ ആരടാ മറ്റത് പറയാൻ. ഞാൻ എന്താണാവോ ആ റിവ്യൂവിനകത്ത് പറഞ്ഞത്? ഞാൻ എൻ്റെ മാർക്കോൻ്റെ റിവ്യൂവിനകത്ത് ക്ലിയർ കട്ടായിട്ട് ഇതിൻ്റെ ഒരു വയലൻസിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വയലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഡിസ്ക്ലൈമർ, ഒരു വാർണിംഗ് ഉണ്ടാവുമല്ലോ. നമ്മൾ തിയേറ്ററിലേക്ക് എൻ്റെ മൂവി ഒപ്പീനിയൻ കേട്ടിട്ട് പടത്തിന് പോകുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എന്നോട് പേഴ്സണലി കുറേ പേര് പറയാറുണ്ട്. സോ അവർക്കൊരു പേഴ്സണൽ ഡിസ്ക്ലൈമർ പോലെ ഞാൻ തന്നെ പറഞ്ഞിടുകയാണ്. അതായത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ അവരെന്നെ 18+ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളും കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ അത് അത്രയും എക്സ്ട്രീം വയലൻസ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് അവർ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വെൽ ഡൺ. അതിനെക്കുറിച്ചും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സിനിമയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയ, എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ചെയ്യുക ഓരോ പോർഷൻസും എടുത്തു വെച്ചിട്ട് ഞാൻ എന്ത് പറയുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ ബി എ മൂവി, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് ഇവന്മാരെ എന്തുകൊണ്ട് ഞാൻ ഉണ്ണി മൂന്തനെ പേഴ്സണലി പറഞ്ഞില്ല, ഉണ്ണി മൂന്തനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല, ഉണ്ണി മൂന്തന്റെ അഭിനയത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ല, ഉണ്ണി മൂന്തനെ. എനിക്ക് ഇതിനകത്ത് ആ കഴിഞ്ഞ വീഡിയോനകത്ത് പുള്ളിയുടെ ഇൻട്രോ ഇത്തിരി ഒരു വിഷയമായിട്ട്, അതായത് എനിക്ക് ആ ഒരു ഇൻട്രോന്റെ ആവശ്യം ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നിയാലും എനിക്ക് പറയാമല്ലോ, പുള്ളിയുടെ ഇതാണ് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ അതേപോലെ തന്നെ പുള്ളി മാത്രമാണെന്ന് തോന്നുന്നു അത്യാവശ്യം ഇനി നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത്. വേറെ അങ്ങനെ അധികാരം നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് ഇപ്പൊ പുള്ളിക്ക് ഓരോരുത്തരുടെ ആസ്വാദന രീതി ഓരോ രീതിക്കാണ്. ഇപ്പൊ പുള്ളിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനിപ്പോ എന്താണ് പ്രശ്നം? അതിനിപ്പോ നിങ്ങൾക്ക് പഴയ ഗ്രഡ്ജ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ് ഇതിനകത്ത്? പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളി ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മൂവി റിവ്യൂവിന്റെ നിങ്ങൾ ആ എടുത്ത് വെച്ച് ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ്ലി കാണും. ഓക്കെ, അതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ പോർഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു പോർഷൻ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉണ്ണി മൂന്തൻ എന്ന് പറയുമ്പോഴും മാർക്കെന്നുള്ള ആ ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരു ടൈമിൽ ആ ഒരു കോളും ക്ലാഷും ഉണ്ടാവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക്. ഞാൻ പേഴ്സണലി അയാളെ പറയുന്നത് ആ ക്യാരക്ടറിനെയാണ്. ചില പോർഷൻസിൽ നമുക്ക് മിസ്സായ കാര്യങ്ങൾ എനിക്കും ചിത്തുവായിക്കും പേഴ്സണലി കമൻറ്റ് ബോക്സിലുമായിട്ട് കുറച്ച് പേര് ഇത് കണക്റ്റ് ആയവരുണ്ട്. എല്ലാവർക്കും എല്ലാ പടം നളയ്ക്കും വിളി കേൾക്കും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ചിലർ റിവ്യൂ ചെയ്യില്ല, ചിലർ ഉണ്ണിമുന്തൻ പടം വരുമ്പോഴത്തേക്ക് നല്ലത് മാത്രം പറഞ്ഞിട്ട് പോവും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കാരണം ഞാൻ ഈ 3.5 കൊല്ലത്തിനിടയിൽ ഇനി കേൾക്കാത്ത തന്തയ്ക്ക് വിളിയും തളയ്ക്ക് വിളിയില്ല, പോകാത്ത ശൂന്യാകാശവും അതിനപ്പുറത്തുള്ള പ്ലാനറ്റുകളും എനിക്കില്ല. ഓക്കെ, ഞാൻ കുറേ പോയതാണ്, കുറേ തന്തയ്ക്കും തളയ്ക്കും വിളി കേട്ടതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ. അപ്പൊ ഈ ഒരു സീക്രട്ട് ഏജന്റിന്റെ വീഡിയോനകത്ത് പുള്ളി പറയുന്നത് മെയിൻ ആയിട്ട് മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഒരു പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അങ്ങനെ പറയുന്നവരെ അതിപ്പോ എത്ര പോസിറ്റീവ് ആ പടത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ അടിയിൽ വന്നിട്ട് ഈ PR ടീം അതൊന്നും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസല്ല ഈ ഒരു വിഷയത്തിനകത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഉണ്ണിമൂന്തന്റെ കേസൊക്കെ നോക്കിയപ്പോഴാണെങ്കിൽ ആ ഒരു മുന്നത്തെ ഇവർ തമ്മിലുള്ള വിഷയം ഉണ്ടല്ലോ, ആ ഒരു വിഷയത്തിനകത്തൊന്നും ഞാൻ ഉണ്ണിമൂന്തനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ആ ഒരു വിഷയത്തിനകത്ത് കാര്യം ആ ഒരു വിഷയം ശരിക്കും പറഞ്ഞൊരു അനാവശ്യ കാര്യമായിരുന്നു. ഇപ്പൊ വെറുതെ സീക്രട്ട് ഏജന്റിനെ വിളിച്ച് തെറി വിളിച്ച്, അപ്പൊ അതിനകത്തൊന്നും ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു ഇതിനകത്ത് എനിക്ക് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോനകത്ത് പുള്ളി പറഞ്ഞതിനകത്തൊന്നും ഭയങ്കര വിഷയമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു വീഡിയോനകത്ത്, കഴിഞ്ഞ വീഡിയോനകത്താണെങ്കിലും പുള്ളി ഇപ്പൊ ആ ഒരു ഇൻട്രോനകത്ത് ഇങ്ങനെ കളിയാക്കുന്ന പോലെ കുറച്ച് ഇതൊക്കെ കാണിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് പുള്ളി പറഞ്ഞത് ജെന്യുവിനായിട്ട് തന്നെ പുള്ളിയുടെ അഭിപ്രായമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ പുള്ളിക്ക് പാസം കൂടിയെന്ന് തോന്നിയത് പുള്ളിയുടെ അഭിപ്രായമാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നുള്ളത് അവനവന്റെ അഭിപ്രായം അവനവൻ പറയണ്ടേ. എന്നാൽ പുള്ളി അതിനകത്ത് ഭൂരിഭാഗം പോസിറ്റീവാണ് പറഞ്ഞേക്കണം, പിന്നെ അല്ലറ ചില്ലറ നെഗറ്റീവുകളാണ് പുള്ളി ആ ഒരു വീഡിയോനകത്ത് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എനിക്ക് മാർക്കോനകത്ത് നോക്കിയാലും ഇപ്പൊ ഭയങ്കര സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മളൊരു ഓവറോൾ ഒരു മൂവി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. എനിക്കതൊരു കിഡിലും വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഈ അടുത്ത് കണ്ടതിലൊന്നും ഇമാതിരി ഇടിപ്പടമൊന്നും ഈ അടുത്ത് കണ്ടിട്ടില്ല. ലാസ്റ്റ് ഇങ്ങനെ കണ്ടേക്കണ പടം RDX ആയിരിക്കും. RDXനകത്ത് ഇത്രയും ഒരു ഫീലൊക്കെ കിട്ടിയായിരുന്നു. ആ ഒരു ഇമോഷനൊക്കെ കണക്ട് ആയ ഒരു സാധനമാണ്. ഇതിനകത്തും ഉണ്ട് ഇമോഷൻ. ഇതിനകത്ത് ഭീകര ഇമോഷനാണ്, ഇമോഷന്റെ ഒരു അയ്യരുകളിയാണ്. അപ്പൊ ആ ഒരു ഇമോഷനൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനെ വെറുതെ കാണിക്കണമെന്നല്ല, ആ ഫീൽ ചെയ്യും. ആ സെക്കൻഡ് ഹാഫിലെ സാധനമൊക്കെ ശരിക്കും ഇതിവിടെ കൊള്ളും. അപ്പൊ അമ്മാതിരി സാധനമാണ് അവർ കാണിച്ചത്. അപ്പൊ ഇപ്പൊ സീക്രട്ട് ഏജന്റ് പറഞ്ഞതിനകത്താണെങ്കിലും ചില കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പ് ഉണ്ടാവും, അതുപോലെ കാണുന്നവർക്ക് വിയോജിപ്പ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാന്യമായിട്ട് പറയാം. പക്ഷെ അല്ലാണ്ട് നിങ്ങൾ ചെന്ന് തെറി വിളിക്കാനായിട്ട് നിങ്ങൾ ആരാണ്? ഇപ്പൊ ഒരാൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ചെന്ന് തെറി വിളിക്കും. അപ്പൊ അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല ഇതിനകത്ത്. അപ്പൊ മാർക്കോ പടം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീക്രട്ട് ഏജന്റിന്റെ ഒരു എബോ ആവറേജ് പോലെയാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും പുള്ളിയുടെ അഭിപ്രായം
എന്റെ അഭിപ്രായം കാണുന്ന നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണ് പടം ഇഷ്ടപ്പെട്ടതെന്ന്, എങ്ങനെയാണ് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടതെന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ പിന്നെ ആരും ഇതിനെപ്പറ്റി ഇങ്ങനെ തെറിവിളി അതൊന്നും ഇതിന്റെ ആവശ്യമില്ല. പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടം മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യുക, അത്രയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ.